ആൻഡേഴ്സൺ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതാണ്ട് തീരുമാനമായി. കോൺഗ്രസിന് പുറത്തായി. നിയമസഭയിൽ നിന്ന് രാജിവെക്കണോ വേണ്ടേ എന്ന തീരുമാനം ഇനി രാഹുലിൻ്റെത് മാത്രമാണ്. എത്രയും വേഗം രാജിവെച്ചാൽ അത്രയെങ്കിലും സിമ്പതി അദ്ദേഹത്തിന് കിട്ടും. പക്ഷെ ഇപ്പോഴും അദ്ദേഹം ചെയ്യുന്നത് നിയമത്തിന് മുമ്പിൽ വന്ന് നിയമ നടപടികൾക്ക് വിധേയനാവുകയല്ല. ഇപ്പോഴും ഒളിച്ചോടിക്കൊണ്ട് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ കീഴ്ക്കോടതിയിൽ കിട്ടാത്തതുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോകുന്നു. അതും കിട്ടിയില്ലെങ്കിൽ സുപ്രീം കോടതി വരെ കൊണ്ടുപോകും. അതുവരെ മിക്കവാറും നമ്മുടെ പോലീസ് പിടിക്കുകയില്ല. കാരണം പോലീസിന് ആവശ്യമുള്ളത് ഈ വാർത്ത നിറഞ്ഞു നിൽക്കണം. ഏറ്റവും ചുരുങ്ങിയത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയെങ്കിലും. അതായിരിക്കും ഇതിന്റെ തന്ത്രം. ഇതിനിടയിൽ ഒരാൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഒച്ച വെച്ച് വാദിച്ചതിന്റെ പേരിൽ വക്കാലത്ത് ആരും പറയാതെ പബ്ലിക് PRD നമ്മുടെ പൊതു മാധ്യമങ്ങളിൽ വക്കാലത്തെടുത്തതിന്റെ പേരിൽ അകത്ത് കിടക്കുകയാണ്. അവന്റെ നിലവിളികളും ആംഗ്യപ്പാട്ടും നാടകവും ഒക്കെയാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട വാർത്ത. അത് മറ്റൊരു രാഹുലാണ്, രാഹുൽ ഈശ്വർ. എന്താണ് ഈ ഈശ്വരന്റെ പേരിലുള്ള രാഹുലിന്റെ ഇന്നത്തെ പരിതോവസ്ഥയെ കുറിച്ച് ആൻഡേഴ്സന്റെ ഒരു നിരീക്ഷണം എന്താണ്? പരമാവധി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുക എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് രാഹുൽ ഈശ്വർ. ഏത് വിഷയങ്ങളിലും എത്തിപ്പിടിക്കുക, അഭിപ്രായം പറയുക. ചാനൽ ചർച്ചകളിൽ 1 മിനിറ്റ് 10 സെക്കൻഡ് എന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് ആവശ്യമുള്ള കാര്യത്തിനും ഇല്ലാത്തതിനും ഒക്കെ ഇടപെടുന്ന ഒരു മനുഷ്യനായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ കുറേ നാളുകളായി ഏത് വിഷയമെടുത്താലും അതിൽ രാഹുൽ ഈശ്വർ ഇല്ലാത്ത ഒരു പരിപാടിയില്ല. അതായത് ചുക്ക് ചേരാത്ത കഷായമില്ലാതെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഏത് വിഷയങ്ങൾ എടുത്താലും രാഹുൽ ഈശ്വർ അതിൻ്റെ ഒരു പിന്നിലുണ്ടാവും, അല്ലെങ്കിൽ മുന്നിലുണ്ടാവും. ഇപ്പം മെൻസ് അസോസിയേഷൻ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കുറേ നാളായിട്ട് നടക്കുന്നുണ്ട്. പുരുഷന്മാർക്ക് സംരക്ഷണം നൽകണം, അവരെ എന്ത് വിഷയങ്ങളുണ്ടായാലും അവർക്കൊപ്പം നിൽക്കാൻ ആളില്ല. ഏതെങ്കിലും ഒരു സ്ത്രീ ഒരു ആരോപണം ഉന്നയിച്ചാൽ, അങ്ങനെ ആരോപണം ഉന്നയിച്ച് പലരും നിരപരാധികളും അകത്ത് പോകുന്നുണ്ട്, സത്യസന്ധമായ കാര്യമാണ്. എങ്കിൽ പോലും രാഹുൽ ഈശ്വർ ഇത്തിരി ഓവർ അല്ലേ എന്ന് തോന്നിക്കുന്ന തരത്തിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു അവസാനത്തെ ഇതാണ്. ഇപ്പോ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് കൊണ്ടുവന്നപ്പോ സംസാരിക്കാൻ പറ്റുന്നില്ല, പക്ഷെ ആംഗ്യം കാണിക്കാണ്. ഒരു V ഉണ്ട്, പിന്നെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, ആംഗ്യങ്ങൾ കാണിക്കാണ്. വെള്ളം കുടിച്ചിട്ടില്ല. ശരിക്കും ആളൊരു കോമാളിയായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നുണ്ടാവും. പക്ഷെ ഒരു സംവാദകൻ എന്ന നിലയിലെ നമ്മുടെ ഈ ദൃശ്യമാധ്യമങ്ങൾ സജീവമായ കാലത്ത്, പ്രത്യേകിച്ച് നമ്മുടെ TV ചാനലുകളിൽ ഒരു സംവാദകൻ എന്ന നിലയിൽ ഒരു വിജയമാണ് ശരിക്കും രാഹുൽ ഈശ്വർ. ഇവിടെ മാത്രമല്ല കേട്ടോ, അദ്ദേഹം ദേശീയ മാധ്യമങ്ങൾ, ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ദേശീയ മാധ്യമങ്ങളിൽ ക്ഷണിക്കപ്പെടുകയും നിരന്തരം ഇടപെടുകയും ചെയ്യുന്ന ഒരേ ഒരാളാണ്. പറയുന്ന കാര്യം കൊണ്ട് നാടിന് വല്ല ഗുണമുണ്ടോ, മനുഷ്യന് ഗുണമുണ്ടോ എന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷെ എഫക്റ്റീവായിട്ട് പറയും. ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒരുപോലെ സംസാരിക്കും, മലയാളത്തേക്കാൾ നന്നായി. അപ്പോ അങ്ങനെ ഒരാൾ, കഴിവുള്ള ഒരാൾ, ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ചെറുപ്പക്കാരന്റെ കഴിവും ശേഷിയും ഒക്കെ മനുഷ്യന് ഗുണകരമായ എന്തെങ്കിലും ആ വഴിക്കാണ് ആലോചിക്കുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ആലോചിക്കാറുണ്ട്. ഇദ്ദേഹം ഈ ഒച്ച വെക്കുന്നത് ന്യായമായ ഒരു കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ നമുക്ക് സമ്മതിക്കാം. ഇപ്പോ കോടതിയിൽ കൊണ്ടുവന്നപ്പോഴും, അല്ലെ അറസ്റ്റ് കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരും പറഞ്ഞ് വീണ്ടും ഞാൻ അയാൾക്ക് വേണ്ടി സംസാരിക്കുമെന്ന് പറയുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ. അത് ധൈര്യമാണോ ഡീലാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്നും കാണാതെ, ഒരു പ്രയോജനവും ഇല്ലാതെ, പ്രത്യേകിച്ച് ഒരു ജോലിയും ചെയ്യാതെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രാഹുൽ ഈശ്വർ കഴിഞ്ഞ കുറെ കാലമായിട്ട്, പണ്ടെന്തോ കുറച്ചു കാലം ശമ്പളത്തിന് പണിയെടുത്തത് ഒഴിച്ചാൽ വേറെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ബിസിനസ് ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഏർപ്പാട് ഈ മാധ്യമ പ്രവർത്തനം തന്നെയാണ്. മാധ്യമ പ്രവർത്തനം എന്ന് പറയാൻ പറ്റുമോ സർ? മാധ്യമങ്ങളിൽ വന്നിരുന്ന് വൈകുന്നേരം ചർച്ചയിൽ പങ്കെടുത്തത് കൊണ്ട് മാത്രം മാധ്യമ പ്രവർത്തനമാകും? അത് മാത്രമല്ല, ഇപ്പൊ ഈ BBC വേൾഡ് പോലെയുള്ള ചാനലുകളിൽ, ഇന്റർനാഷണൽ ചാനലുകൾ അടക്കം ചർച്ചയ്ക്ക് വിളിക്കുന്നു എന്ന് സാറ് പറഞ്ഞു. അദ്ദേഹം ഒരു വിഷയം കിട്ടിയ കൃത്യമായി പഠിക്കുന്നുണ്ടോ എന്നുള്ള വ്യക്തമാണ്. കാരണം സംസ്കൃതത്തിലും അത്യാവശ്യം പാണ്ഡിത്യമുണ്ട്, എല്ലാ ഭാഷകളിലും പാണ്ഡിത്യമുണ്ട്, കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ട്. പക്ഷെ ഇത് അവസാന സമയത്ത് ഈ പഠിക്കൽ കൊണ്ട് കലവടച്ചതുപോലെയാണ്. ഇത് വെള്ളം കോരി നിറച്ച് വെള്ളം കൊണ്ടുവന്ന് അകത്തേക്ക് കൊണ്ടുപോയി പഠിക്കലിട്ട് ഉടയ്ക്കുന്ന ഒരു രീതിയിലേക്കാണ് ഏത് ചർച്ച എടുത്തു. അല്ല, അതൊരു വക്കീൽ പഠനം പോലെ എടുത്താൽ മതി. വക്കീൽ പഠനം 2 തരത്തിലെടുക്കാലോ. വക്കീലന്മാർ നിയമം പഠിക്കുന്നത് ഏത് കൊടിയ ക്രിമിനൽ കുറ്റവാളിയെ രക്ഷിക്കാനും കൂടി നിയമത്തിന്റെ പഴുതുണ്ടോ എന്ന് അറിയാനാണ്. ഇവൻ ആ കൂട്ടത്തിലുള്ള ആ കൂട്ടത്തിൽ മീൻസ് വക്കീലന്മാർ ആവശ്യം വരുന്നുണ്ട്. ആ പ്രൊഫഷന്റെ ഭാഗമായിട്ടാണ്. പലപ്പോഴും നിവൃത്തിയില്ലാതെ ദൈവത്തോട് മാപ്പ് പറഞ്ഞിട്ടാണ് രാവിലെ കോടതി പോവുക. ഇവൻ കുറ്റം ചെയ്തതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്, എന്നാലും അവൻ രക്ഷിച്ചെടുക്കണമല്ലോ. അതാണ് എന്റെ പണി. അത് തൊഴിലാണ്. ഇവനതല്ല, ഇവനും ഇത് തൊഴിലാക്കുന്നു എന്ന് ഞാൻ പറയും. ഇതൊരു തന്ത്രമാണ്. തന്ത്രമല്ല, ഇത് നല്ല ബിസിനസ് ആയിട്ടാണ് പൊതുവെ ഇപ്പം മലയാളം വിലയിരുത്തുന്നത്. കാരണം ഇവൻ ഇതുവരെ രംഗത്ത് വന്നിട്ടുള്ളത് മുഴുവനും കൊടിയ ക്രിമിനലുകളായ
വമ്പൻ പണക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഏറ്റവും നന്നായിട്ട് ഓർക്കുന്ന ഒരു കേസ് രണ്ട് കാര്യത്തിലാണ് ഇവൻ എപ്പോഴാണ് പ്രത്യക്ഷപ്പെട്ടത്. നടിയെ ആക്രമിച്ച കേസ് അല്ല, അതിനു മുമ്പ് രാഹുൽ ഈശ്വർ എന്നൊരു ക്യാരക്ടർ മലയാളത്തിൽ ഞങ്ങളൊക്കെ സൂക്ഷ്മമായിട്ട് കാണുന്നുണ്ട്. മലയാളത്തിൽ അവതരിക്കുന്നത് ശബരിമലയിലെ തന്ത്രി ഇഷ്യൂവിലാണ്. ഓർമ്മയില്ലേ? അവന്റെ തന്നെ കുടുംബത്തിൽപ്പെട്ട ഏതോ ഒരു തന്ത്രി പെൺവാണിഭ കേസിലൊക്കെ പെട്ട് ഈ പെണ്ണിന്റെ വരുതിയിലാണ് അവിടുത്തെ സ്വർണവും പണവും. എന്ന് വെച്ചാൽ അയ്യപ്പനെ പോലും വാഴുന്ന പെൺകൊടിമാര് ഉണ്ടായിരുന്ന ഒരു തന്ത്രി കുടുംബത്തിൽ നിന്നാണ്. അന്ന് തന്ത്രിമാരെ രക്ഷപ്പെടുത്താനാണ് ഇവൻ രംഗത്ത് വന്നത്. അത് കുടുംബത്തിന് വേണ്ടി, കുടുംബസ്നേഹം കൊണ്ടാണെന്നാണ് ഞാൻ കരുതിയത്. പിന്നെയാണ് മനസ്സിലാക്കുന്നത് അത് മാത്രമല്ല, പിന്നീടുള്ള എല്ലാ ഡീലും എല്ലാ ഇടപാടും വെറുതെ ആവാനിടയില്ല. പിന്നെ ഇറങ്ങുന്ന ആർക്ക് വേണ്ടിയിട്ടാ? നടി ആക്രമിക്കപ്പെട്ട കേസിൽ. പക്ഷെ അതിനു മുമ്പുണ്ട് സർ. അതിനു മുമ്പ് ശരിക്കും ഈ ചാനൽ ചർച്ചകൾക്ക് വരുന്നതിന് മുമ്പ് അവതാരകനായിട്ട് കുറെ പ്രോഗ്രാമുകളിൽ വന്നിരുന്നു. ടെലിവിഷനുകളിലൊക്കെ അവതാരകൻ, ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ സഹോദരനും ഒക്കെ വന്നത് അവതാരകരായിട്ടാണ്. ഈ വാക് സാമർഥ്യം ഉണ്ടല്ലോ, വാക്കുകളെ ഇട്ടിങ്ങനെ ഉള്ളംകൈയിലിട്ട് ഓടിക്കാനുള്ള ഒരു ധൈര്യം അങ്ങനെ കിട്ടിയതാ. അതിൽ നിന്നാണ് കുറെ കാലങ്ങൾക്ക് ശേഷം പൊതു നിരീക്ഷകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ, ഒരു അങ്ങനെയൊക്കെ ഒരു പദവിയിലേക്ക് വരുന്നതിന് മുൻപ് ചാനലുകളിൽ പരിപാടി അവതരിപ്പിക്കും. അവതാർ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കിയിരുന്നു. അവതാറിന്റെ തുടക്കം തിരുവനന്തപുരത്ത് നിന്ന് ആങ്കർമാരായിട്ടുള്ള ആളുകളെ ചേർത്തിണക്കിയിട്ട്, വർഷം കൃത്യമായിട്ട് ഓർമ്മയില്ല എങ്കിലും തുടക്കം അവിടെ നിന്നാണ്. അങ്ങനെ ഈ അവതാരത്തെ പഠിച്ചുവിട്ടതില് ചില ചാനലുകൾക്ക് പങ്കുണ്ട്. അതെ. ചാനലുകളിൽ ആങ്കറായിട്ട് വരികയും പ്രോഗ്രാമുകളിൽ, പൊതുയിടങ്ങളിലെ പ്രോഗ്രാമുകളിൽ അവതാരികയായിട്ട് വരികയും അതോടൊപ്പം തന്നെ ഒരു സംഘടന ഉണ്ടാക്കി മുന്നോട്ട് വന്ന ആളാണ് രാഹുൽ ഈശ്വർ. ആങ്കേഴ്സിന്റെ. അതെ, അവതാർ എന്നാണ്. പക്ഷെ പിന്നീട് ഈ അവതാർ മറ്റു തലത്തിലായി. ഇപ്പം അവതാർ എന്ന് പറഞ്ഞിട്ട് ജെനുവിൻ സംഘടന വേറെ ഉണ്ട്. അത് എറണാകുളം കേന്ദ്രമാക്കിയിട്ട് അതിനകത്ത് അംഗമാണ് ആള്. പക്ഷെ ഇതിന്റെ നേതൃനിരയിൽ മറ്റ് പ്രമുഖരായിട്ടുള്ള ചാനലിലുള്ള ആളുകൾ തന്നെയാണ്. വൽക്കർനാടി എന്ന് പറഞ്ഞ പ്രോഗ്രാം അവതരിച്ച ജോയി ചേട്ടൻ ഉൾപ്പെടെ അവരൊക്കെയാണ് അതിന്റെ, രാജാ സാഹിബ് അതുപോലുള്ള ആൾക്കാർ നേതൃത്വം നൽകുന്ന നല്ലൊരു സംഘടന അവതാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അതിലെ അംഗമായിട്ട് രാഹുൽ ഈശ്വർ ഉണ്ട്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഇവന്റെ കേസ് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ദിലീപിന്റെ കേസിൽ ഒരു മനുഷ്യനും, മനസാക്ഷിയുള്ള ഒരു മലയാളിയും, സത്യത്തില് നമ്മുടെ സിനിമക്കകത്തൊക്കെ സദാചാരപരമായി ധാർമ്മികത എന്നൊക്കെ പറയുന്നത് വേറൊരു ലോകമാണല്ലോ. മനുഷ്യന്റെ പൊതു ധാർമ്മികതയുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ലോകമാണ് സിനിമാ ലോകം. സിനിമയിലെ സൂപ്പർ സ്റ്റാറുകൾ ഉൾപ്പെടെ എല്ലാവർക്കും ദിലീപിനെ ആവശ്യമുണ്ടായിരുന്നു, ദിലീപിനെ ന്യായീകരിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ അവർ പോലും മൗനം പാലിച്ച കാലത്താണ് ഇവൻ രംഗത്ത് വരുന്നത്. അപ്പൊ വെറുതെ ആവുമോ അത്? ദിലീപിന് വേണ്ടി വാദിക്കാൻ പുറം ലോകത്ത് ആളില്ലാത്ത കാലത്ത് ദിലീപ് രണ്ടു കൂട്ടത്തിൽ, കോടതിയിൽ വാദിക്കാനും വക്കീൽ വേണം, ജനങ്ങൾക്കിടയിൽ വാദിക്കാനും വക്കീൽ വേണം. കാരണം കോടതിയിൽ തോറ്റാൽ പോലും ദിലീപിന്റെ ജനപ്രീതിയെ ബാധിക്കാത്ത തരത്തിൽ, കാരണം അവന്റെ ബിസിനസ് അതാണല്ലോ, അവന്റേത് സിനിമയുടെ ലോകമാണ്, ഗ്ലാമറിന്റെ ലോകമാണ്, ഗോസിപ്പിന്റെ ലോകമാണ്, സംവാദത്തിന്റെ ലോകമാണ്, റിവ്യൂസിന്റെ ലോകമാണ്. അപ്പോ ദിലീപിന് വേണ്ടി വാദിക്കാൻ രംഗത്ത് വന്നത് എത്ര അതിന്റെ പണത്തിന്റെ വോള്യം മാത്രമേ നമുക്ക് അറിയാൻ പാടില്ല. അത് പറയുമ്പോഴേ ഈ ദിലീപിന്റെ കേസ് ഇപ്പൊ കോടതിയുടെ ഇതിലിരിക്കുന്നതാണ്. അതിന്റെ വിധി ഇപ്പൊ കുറച്ച് ദിവസങ്ങളിൽ വരും. അതിൽ എത്രത്തോളം സത്യമുണ്ടെന്നുള്ളത് ഇപ്പോഴും നമുക്കത് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ സാർ? കാരണം ദിലീപ് അതിനകത്ത് 1-ാം പ്രതിയല്ല, 2-ാം പ്രതിയല്ല, അതിൽ 8-ാം പ്രതിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ 1, 2, 3, 5 പ്രതികൾ പറഞ്ഞതനുസരിച്ചാണല്ലോ, അവരുടെ മൊഴി അനുസരിച്ചാണല്ലോ ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ അത് എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളത് നമുക്ക് അത് പറയാൻ പറ്റുമോ? രാഹുൽ ഈശ്വർ അദ്ദേഹത്തെ അനുകൂലിച്ചു. രാഹുൽ ഈശ്വർ മാത്രമല്ല, അതിപ്പോ 2 തട്ടായിട്ട് മാറി സമൂഹം. കുറച്ചുപേര് ജനപ്രിയ നായകൻ എന്നെ അനുകൂലിക്കാതിരുന്നു. ജനപ്രിയൻ എന്ന് പറയുമ്പോൾ സിനിമയിലൂടെ ഉണ്ടാക്കിയെടുത്ത പേരാണ്. അദ്ദേഹം വർഷങ്ങളോട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നു, സിനിമാ നടനായിട്ട് വന്നു, സഹസംവിധായകനായിട്ടൊക്കെ വന്ന് നിന്ന് ഉണ്ടാക്കിയെടുത്ത പേരാണ്. അഭിനയത്തിലൂടെ, വ്യക്തി സ്വഭാവവും അഭിനയത്തിലെ നടൻ എന്നുള്ള രീതിയിലുള്ള സ്വഭാവം രണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ അദ്ദേഹം തന്റെ കഴിവ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു പേരായിരുന്നു. അപ്പൊ ഇത്തരത്തിലൊരു ഇൻസിഡന്റ് ഉണ്ടാകുന്നു. അതിൽ രാഹുൽ ഈശ്വർ അദ്ദേഹത്തെ അനുകൂലിച്ചു എന്നാണ് ഇപ്പൊ സാറ് പറയുന്നത്. ശരിയായിരിക്കാം, അനുകൂലിച്ചു. എങ്കിൽ പോലും അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ആൻഡേഴ്സൺ സംശയിച്ചോളൂ, എനിക്ക് അതിൽ സംശയം തോന്നിയില്ല. കാരണം ഞാൻ ഈ സിനിമാ ലോകത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരാളല്ല. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവാദങ്ങളും കണ്ടു കഴിഞ്ഞ ഒരാളാണ്. പക്ഷേ അതിലെനിക്ക് വിശ്വസിക്കാൻ, എനിക്ക് അശേഷം എന്നെപ്പോലെ എനിക്ക് വിശ്വാസമുള്ള ഒരാൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ മനുഷ്യൻ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ പേര് പി.ടി. തോമസ്. പി.ടി. തോമസ് ഒരു കാര്യം സത്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യമായിരിക്കും. പി.ടി. തോമസ് ആ പാതിരാക്ക് ഉമാ ചേച്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇന്നാണ് തോന്നുന്നു, ഇന്നിപ്പോ ഇന്ത്യൻ എക്സ്പ്രസിൽ ഉമാ ചേച്ചിയുടെ ഇന്റർവ്യൂ ഉണ്ട്. അവർ പറയുന്നുണ്ട് പി.ടി. അന്ന് ഉറങ്ങിയിട്ടില്ല. പാതിരാക്കൊരു ഫോൺ കോൾ വന്നപ്പോ ഇറങ്ങി ഓടുകയാണ്, ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ലാൽ സാറിന്റെ വീട്ടിലേക്ക് അപ്സെറ്റ് ആയിരുന്നു അദ്ദേഹം. എന്നിട്ട് പിന്നീട് ഒന്ന് നോർമൽ ആയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അത്രേ,
ഞാൻ അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ ആ കുട്ടി ജീവിച്ചിരിക്കുക പോലുമില്ല ആ സമയത്ത്. അപ്പോ അതുകൊണ്ട് പി.ടി. തോമസിനെ പോലെ ഒരാൾ, ഒരു സാക്ഷി നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ നിങ്ങൾക്ക് ഇപ്പുറത്ത് 10,000 ഭീകരന്മാരെ അവതരിപ്പിച്ചിട്ട് യാതൊരു കാര്യമില്ല. ദിലീപ് പ്രതിയാണ് എന്ന കാര്യത്തിൽ ദിലീപ് ഇപ്പൊ നിയമത്തിന്റെ മുമ്പിൽ പ്രതിയാവാം, ശിക്ഷിക്കപ്പെടാൻ എത്ര കൊടിയ കുറ്റവാളി രക്ഷപ്പെട്ടു പോകുന്നു. എനിക്കൊരു സംശയവും തോന്നിയിട്ടില്ല. ദിലീപ് മാത്രമല്ല, ആ ഒരു കുറ്റത്തിൽ നിന്നും ദിലീപ് ഇപ്പോഴും മോചിതനായിട്ടില്ല. അതിനുശേഷം ദിലീപിനൊരു നല്ല സിനിമ വന്നതെവിടെ? രക്ഷപ്പെട്ടതെവിടെ? കുറ്റബോധം അവനെ നയിക്കുന്നുണ്ട്. മാത്രമല്ല, മലയാളി വളരെ സംശയത്തോടെയാണ് അദ്ദേഹത്തെ കാണുന്നത്. മാത്രമല്ല, അതിൽ ദിലീപിനേക്കാൾ പ്രതിയായി പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നത് മാഡം മാഡം എന്ന് കേൾക്കുന്ന ഒരാളുണ്ടല്ലോ. മാഡത്തിന് കൊണ്ട് കൊടുക്കാനാണല്ലോ, മാഡത്തിന് സമ്മാനം കൊടുക്കാനാണ് ഇപ്പൊ ഈ കളിയൊക്കെ. അതെ, ദിലീപും മാഡവും തമ്മിലുണ്ടായിരുന്ന ഇടപാടുകളെ വിവരം ഈ കുട്ടി പുറത്തു വന്നു പറഞ്ഞു എന്നുള്ളതൊക്കെയാണുള്ള പ്രശ്നം. എന്തായാലും ദിലീപിന്റെ കേസിൽ സംശയിക്കണ്ട. ദിലീപിന് വേണ്ടി രാഹുൽ ഈശ്വർ എല്ലാം ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അതില് ദിലീപ് ആ കേസിൽ എത്ര കോടികളാണ് ഇറക്കിയത്. ഞാനിപ്പോ ആൻഡേഴ്സൺ അറിയാത്ത കാര്യം എനിക്കറിയാവുന്ന നേരിട്ട് പറയാം. ഈ കേസിൽ എങ്ങനെയാണ് കോടതിയെ വിലക്ക് വാങ്ങേണ്ടത് എന്ന് പഠിക്കാൻ വേണ്ടി ദിലീപ് ഈ തിരക്കുകൾക്കിടയിൽ ദിവസങ്ങളോളം മലപ്പുറത്ത് വന്ന് താമസിച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? ഇത്തരം കേസുകളിൽ കോടതികൾ എങ്ങനെ വിലക്ക് വാങ്ങണം എന്ന കാര്യം കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു ഉസ്താദ് അവിടെ ഉണ്ട്, ഒരു എക്സ്പേർട്ട്. കോഴിക്കോട് ഐസ്ക്രീം കേസ് ആൻഡേഴ്സൺ അറിയാത്തതല്ലോ. അറിയാം. ആ കേസിൽ എങ്ങനെയാണ് ഏറ്റവും കുപ്രസിദ്ധനായ പ്രതി എങ്ങനെ രക്ഷപ്പെട്ടു പോയി, പ്രമുഖനായ രാഷ്ട്രീയ നേതാവ് മലപ്പുറത്താണുള്ളതെന്ന് അറിയാലോ. അദ്ദേഹമാണ് ഇദ്ദേഹത്തിന്റെ ഉസ്താദ്. അതുകൊണ്ട് ദിലീപ് ഇതിനെക്കുറിച്ച് സംശയിക്കണ്ട. ദിലീപ് നമ്മൾ തർക്കിക്കുകയും വേണ്ട. ഓക്കെ, നമുക്ക് രാഹുൽ ഈശ്വറിലേക്ക് തിരിച്ചു വരാം. എന്തായാലും രാഹുൽ ഈശ്വർ അകത്താണ്, ആണ്. സെക്കൻഡ് റിമാൻഡിലേക്കും പോകുന്നു. ഒരിക്കലും പുറത്തു വരാത്ത വിധം അകത്തിടാൻ എന്തെങ്കിലും വഴിയുണ്ടോ? നിയമത്തിന്റെ പഴുതാവോ? അതാണ് ആലോചിക്കേണ്ടത്. ഇവനെ പോലുള്ളവരെ കൊണ്ട് എന്താണ് ഈ സമൂഹത്തിന് പ്രയോജനം? ദൈവം ഈ സരസ്വതിയിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളുള്ളവര്, സരസ്വതിയുടെ വാഗ്വിലാസം ഇത്രയേറെ സമ്പന്നമായിട്ട് ദൈവം കോരിച്ചൊരിഞ്ഞു കൊടുത്ത പൊന്നു വിളയുന്ന നാവാണത്. എന്തെങ്കിലും തർക്കമുണ്ടോ? ഒരിക്കലും ഇല്ല. ഈ പറഞ്ഞ സംസ്കൃതം തൊട്ട് ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, തമിഴും നന്നായിട്ട് അറിയുമായിരിക്കും. എനിക്കറിയാം. എന്തായാലും 4-5 ഭാഷകളിൽ, അതിലേറെ ഭാഷകളിൽ ബഹുഭാഷാ പണ്ഡിതൻ എന്ന് പറയാവുന്ന ബഹുഭാഷയിൽ വളരെ 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 സുതാര്യമായ എന്താ പറയുക, വളരെ ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കുന്ന, അപാരമായ വിലാസം കിട്ടിയ ഒരാൾ, അപാരമായ ദൈവാനുഗ്രഹമുള്ള ഒരാൾ, അപാരമായ പ്രതിഭ കിട്ടിയ ഒരാൾ, അത് മനുഷ്യന് കൊടിയ തിന്മക്കെതിരായിട്ട് ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ ആക്രമിച്ച ഒരു ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയ നേതാവിനെതിരായിട്ട് സിനിമയുടെ സംസ്കാരത്തെ തന്നെ മാറ്റിമറിച്ച അതിന്റെ ഫലമാണല്ലോ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വരെ. സിനിമയിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയ ഒരു കൊടിയ ക്രിമിനലിന് വേണ്ടി വാദിച്ച കാലം തൊട്ട്, സ്വന്തം കുടുംബത്തിലെ താന്തോന്നികൾക്കും ദൈവദോഷികൾക്കും എതിരായിട്ട് സംസാരിച്ച കാലം തൊട്ട് രാഹുൽ ഈശ്വറിന്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? നന്മയുടെ അംശം എവിടെയാ കോൺട്രിബ്യൂഷനിൽ? അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സൈക്കോപാത്താണ്, മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല. അത് മനസ്സിലാക്കി വരാൻ കോൺഗ്രസിന് കുറച്ച് വൈകിയെന്നേ ഉള്ളൂ. പക്ഷെ അതിന് ഓരോ നിമിത്തം വരും. ഒരാൾ പുറത്തു വരേണ്ട സമയം, ഓരോന്നിനും ഓരോ സമയമുണ്ടല്ലോ, അത് വരും. തണ്ണീർമത്തൻ ദിനങ്ങൾ എന്നൊരു സിനിമ ഉണ്ടല്ലോ. അതെ അതെ, വിനീത് ശ്രീനിവാസന്റെ ഒരു ക്യാരക്ടർ ഉണ്ട് ആ സിനിമയിൽ. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷെ രാഹുൽ ഈശ്വർ എന്താന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരു സിനിമ ഇനിയിപ്പോ ആൻഡേഴ്സൺ ആരെങ്കിലും ഒക്കെ ചെയ്യണം, എങ്കിലേ മനുഷ്യർക്ക് മനസ്സിലാവും ഇങ്ങനെയും ചില ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇത് പറയല്ലേ, ന്യൂസ് മാനിയ മാത്രമല്ല ആൻഡേഴ്സൺ, അതിന്റെ പിന്നിൽ ന്യൂസ് മാനിയമല്ല, പണത്തോടുള്ള ആർത്തി തന്നെയാണ്. അധ്വാനിക്കാതെ ഏറ്റവും കുറച്ച് അധ്വാനം കൊണ്ട്, വിളഞ്ഞ ബുദ്ധി കൊണ്ട് വലിയ കാശുണ്ടാക്കാൻ, ആഡംബര ജീവിതം നയിക്കാൻ എന്താണ് വഴി? അതിബുദ്ധി ആപത്താണെന്നുള്ളത് തെളിഞ്ഞല്ലോ. തീർച്ചയായിട്ടും അതിബുദ്ധി, എനിക്ക് തോന്നുന്നു ഈ ബുദ്ധി കൊടുത്തവൻ തന്നെ, ബുദ്ധി കൊടുത്ത ദൈവത്തിന് തന്നെ ആ ബുദ്ധി മിസ്യൂസ് ചെയ്യുമ്പോൾ, മാനവരാശിക്കെതിരായിട്ട് ഉപയോഗിക്കുമ്പോൾ, ദൈവത്തിന് പൊറുക്കാത്ത മഹാഭാവങ്ങൾ ചെയ്യുമ്പോൾ ദൈവം തന്നെ അതിന് പണി കൊടുത്തോളൂ. വേറെ ഇപ്പൊ തൽക്കാലം നമുക്ക് വേറെ വഴിയൊന്നുമില്ല. നിയമത്തിന് മുമ്പിൽ ഇപ്പൊ എന്തായാലും അകത്ത് കിടക്കുന്നുണ്ടല്ലോ. പിണറായി വിജയൻ അത്രയെങ്കിലും ചെയ്തു എന്ന് കൂട്ടിയാൽ മതി. അത് അദ്ദേഹത്തിന്റെ അല്ല, നിയമത്തിന്റെ, നമ്മുടെ ഒരു നിയമത്തിന്റെ സുരക്ഷ തന്നെയാണ്. എന്തായാലും നമുക്ക് ഇനിയും അത്തരം ഈ വിഷയങ്ങൾ, ഇനി ഇതിന്റെ തുടർച്ച ഇനിയും സംസാരിക്കാമല്ലോ. തീർച്ചയായും. തൽക്കാലം നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. നന്ദി.